യൂറോപ്യന്മാർ ഇന്ത്യയിലെത്തിയ അല്ലെങ്കിൽ കേരളത്തിലെത്തിയ യൂറോപ്യന്മാർ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരിൽ ആരംഭിച്ച് അവസാനം ഫ്രഞ്ചുകാരിലെത്തി നിന്നു. ഇവിടെ കേരളത്തിലെത്തിയ ഈ യൂറോപ്യൻ ശക്തികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു വ്യാപാര കുത്തക രാജ്യമായിട്ട് മാറുക. അതായത് കേരളത്തിൻ്റെ വിഭവങ്ങളെല്ലാം അവരുടെ ഒരു വ്യാപാര കുത്തകയാക്കി മാറ്റുക. അങ്ങനെ പോർച്ചുഗീസുകാരെത്തി, ഡച്ചുകാരെത്തി, ബ്രിട്ടീഷുകാരെത്തി, ഫ്രഞ്ചുകാരെത്തി. ഈ മൂന്ന് ശക്തികളിലും ഇന്ത്യ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവരുടെ ശക്തി വർദ്ധിപ്പിച്ചതും അല്ലെങ്കിൽ അവരുടെ ശക്തി കാണിച്ചതുമായിട്ടുള്ള ഒരു യൂറോപ്യനാണ് ബ്രിട്ടീഷുകാർ. അങ്ങനെ ബ്രിട്ടീഷുകാർ കേരളത്തിലെത്തിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏറ്റവും പ്രധാന കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. നമുക്ക് അഞ്ചുതെങ്ങ് കലാപത്തിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഒരു ചരിത്ര കഥ പോലെ നമുക്ക് നോക്കാം. എന്താണ് അഞ്ചുതെങ്ങ് കലാപം? 1615 എന്ന് പറയുന്ന ഒരു വർഷത്തോടു കൂടിയാണ് ബ്രിട്ടീഷുകാരുടെ ഒരു കടന്നുവരവ് കേരളത്തിൽ ആരംഭിക്കുന്നത്. ബ്രിട്ടീഷുകാർ ആരുടെ പ്രതിനിധികളായിട്ടാണ് എത്തിയതെന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരാം. അതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് പറയാം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ. അതായത് ബ്രിട്ടനിൽ രൂപം കൊണ്ട ഒരു കമ്പനിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈ കമ്പനിയുടെ പ്രതിനിധികളായി ബ്രിട്ടീഷുകാർ ലോകത്തെ പല സ്ഥലങ്ങളിലേക്കും പോയി. അങ്ങനെ അവർ എവിടെയും എത്തി, കേരളത്തിലും എത്തി. അങ്ങനെ വ്യാപാരമെന്ന ഒറ്റ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധികളായി എത്തിയ ബ്രിട്ടീഷുകാർ കേരളത്തിൽ കോഴിക്കോടാണ് എത്തിയത്. കേരളത്തിൽ കോഴിക്കോടെത്തിയ ഈ സംഘം കോഴിക്കോട് ഭരിക്കുന്ന ഭരണാധികാരികളെ പോയി കണ്ടു. കോഴിക്കോട് ഭരിക്കുന്ന ഭരണാധികാരികൾ സാമൂതിരിമാരാണെന്നത്തെ പ്രഗത്ഭരായ സാമൂതിരിമാരോട് ഒരു വ്യാപാര ഉടമ്പടിയിൽ ആദ്യം ബ്രിട്ടീഷുകാർ ഏർപ്പെടുന്നു. ഈ വ്യാപാര ഉടമ്പടിയിലൂടെ ബ്രിട്ടീഷുകാർ തങ്ങൾക്ക് സാധന സാമഗ്രികൾ നൽകിയാൽ കൃത്യമായ തുക തിരികെ നൽകാം എന്ന ഒരു വിശ്വാസ്യത കേരളത്തിലെ മറ്റു രാജാക്കന്മാർക്കിടയിൽ നേടിയെടുക്കുന്നു. അങ്ങനെ എന്താണ്, കേരളത്തിലെത്തിയ ഈ സംഘം കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിലും എന്ത് ചെയ്യുന്നു, അവരുടെ വ്യാപാരശാലകൾ പണിയുവാൻ തീരുമാനിക്കുന്നു. അന്നത്തെ കേരളത്തിലെ പല പ്രമാണിമാരായിട്ടുള്ള ഭരണാധികാരികളെയും പോയി കാണുകയും അവരുടെ വിശ്വാസം നേടിയെടുക്കാൻ ബ്രിട്ടീഷുകാർക്ക് സാധിക്കുകയും ചെയ്യുന്നു. വേണാട്, കേരളത്തിൽ തെക്ക് ഭാഗം, ഇന്നത്തെ പിൽക്കാലത്ത് തിരുവിതാംകൂറായ ആ ഭാഗം വേണാടെന്നാണെന്ന് അറിയപ്പെട്ടത്. വേണാടെന്ന് പറയുന്ന വലിയൊരു നാട്ടുരാജ്യത്ത് ഈ പറയുന്ന യൂറോപ്യന്മാർ തങ്ങളുടെ സമ്പന്നതയുടെ പ്രതീകമായി കണക്കാക്കി മത്സരിച്ച കുരുമുളക് എന്ന് പറയുന്ന സുഗന്ധദ്രവ്യത്തിൻ്റെ ഒരു കലവറ തന്നെയായിരുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാർ കേരളത്തിൻ്റെ 3 പ്രദേശങ്ങളിൽ അവരുടെ പാണ്ഡികശാലകൾ പണിയുവാനായിട്ട് തീരുമാനിച്ചു. അതിൽ ഒന്നാമത്തെ സ്ഥലമാണ് വിഴിഞ്ഞം, രണ്ടാമത്തെ സ്ഥലം മലബാറിലെ തലശ്ശേരിയായിരുന്നു, മൂന്നാമത്തേത് വേണാടിലെ പ്രബലമായ മറ്റൊരു സ്ഥലമായ അഞ്ചുതെങ്ങുമായിരുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡിയ തന്നെയാണ് ആദ്യം ഒരു വ്യാപാരശാല, പിന്നീടത് ഒരു സംഭരണശാല, പിന്നീട് അതിനെ ഒരു കോട്ടയാക്കി മാറ്റുക. ആ കോട്ടയുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ആ പ്രദേശത്തിൻ്റെ മുഴുവൻ ഭരണവും കീഴടക്കുക. ഇത് ബ്രിട്ടീഷുകാരുടെ ഒരു നിരന്തര രീതിയാണ്. അവരുടെ ഭരണ രീതി അല്ലെങ്കിൽ ഭരണം കൈയടക്കുന്ന രീതി അങ്ങനെയാണ്. ആ നാട്ടുരാജ്യത്തെ രാജാവ് എതിർക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെ ആക്രമിക്കാം, വധിക്കാം, അങ്ങനെ പല കാര്യങ്ങളും. അങ്ങനെ 1644 ബ്രിട്ടീഷുകാർ വിഴിഞ്ഞത്തൊരു പാണ്ഡികശാല അല്ലെങ്കിൽ സംഭരണശാല പണിതു. ഒരു വ്യാപാരശാല എന്നുള്ള ചോദ്യമാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്നത്. അങ്ങനെ വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങിൽ തുടങ്ങി കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, തങ്ങളുടെ കച്ചവട താല്പര്യങ്ങൾ ഉറപ്പിക്കുന്നു. ക്രമേണ വേണാട് പ്രദേശത്ത് ആറ്റിങ്ങൽ എന്ന് പറയുന്ന പ്രാദേശിക സ്ഥലം കേന്ദ്രീകരിച്ച് ഭരിക്കുന്ന ഭരണാധികാരിയായ ഉമയമ്മ റാണിയെ ബ്രിട്ടീഷുകാർ തങ്ങളുടെ സാമന്ത ഭരണാധികാരിയായി മാറ്റുന്നു, അല്ലെങ്കിൽ സാമന്ത രാജാക്കന്മാരായിട്ട് മാറുന്നതിൽ ഒരാളായിട്ട് നമ്മൾ ഉമയമ്മ റാണിയും മാറി. അങ്ങനെ ഉമയമ്മ റാണിയെ ബ്രിട്ടീഷുകാർ കാണുകയും ഉമയമ്മ റാണിക്ക് വേണ്ടത്ര ഉപഹാരങ്ങളും
പണവും നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ആറ്റിങ്ങലിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായ അഞ്ചുതെങ്ങിൽ ഒരു കോട്ട പണിയുവാൻ അനുമതി നേടുന്നു. ബ്രിട്ടീഷുകാർ ഇങ്ങനെ ഒരു കോട്ട പണിയുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമോ, ജനങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും ഈ വ്യാപാര നടത്തുന്നതിന് വേണ്ടി തടസ്സമാകുന്നു എന്നൊന്നും ചിന്തിക്കുന്നില്ല. അങ്ങനെ ബ്രിട്ടീഷുകാർ 1684 ഉമൈമ റാണിയോട് ഒരു കോട്ട പണിയാൻ അനുമതി നേടിയെടുക്കുന്നു. 1690 ഈ കോട്ട ബ്രിട്ടീഷുകാർ പണിയാരംഭിച്ച് 1695 കോട്ടയുടെ പണി ബ്രിട്ടീഷുകാർ പൂർത്തിയാക്കുകയും ചെയ്യുന്നു. കോട്ടയുടെ പണി ബ്രിട്ടീഷുകാർ പൂർത്തിയാക്കിയതിന് ശേഷം കോട്ടയിൽ ബ്രിട്ടീഷുകാർ തങ്ങളുടേതായ ചില വാണിജ്യ താൽപ്പര്യങ്ങൾ കൊണ്ടുവന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുരുമുളകിൻ്റെ വ്യാപാര കുത്തക പൂർണ്ണമായും ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത്. അതായത് ആ രാജ്യത്ത് അല്ലെങ്കിൽ ആ നാട്ടുരാജ്യത്ത് കുരുമുളക് കൃഷി ചെയ്യുന്ന ഒരു കർഷകന് പോലും കുരുമുളകിന് വേണ്ടി ബ്രിട്ടീഷുകാരുടെ പക്കൽ അല്ലെങ്കിൽ അടുക്കൽ എത്തേണ്ടി വന്നു. അങ്ങനെ അഞ്ചുതെങ്ങ് കലാപത്തിന് വഴിതെളിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായി കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത് മാറി. ക്രമേണ അഞ്ചുതെങ്ങ് കോട്ടയുടെ സമീപ സ്ഥലത്തുകൂടെ ജനങ്ങൾക്ക് നടക്കുവാൻ പോലും കഴിയാതെ വരികയും അങ്ങനെ ബ്രിട്ടീഷുകാർ തങ്ങളുടെ ഒരു ശക്തമായ പ്രദേശമായി അഞ്ചുതെങ്ങിനെ മാറ്റുകയും ചെയ്തു. ഇതൊക്കെ കാലാകാലങ്ങളിൽ എന്ത് ചെയ്തു? ജനങ്ങളെ ചൊടിപ്പിക്കുകയും 1697 ജനങ്ങൾ കോട്ട ആക്രമിക്കുകയും ചെയ്തു. ഈ സംഭവമാണ് അഞ്ചുതെങ്ങ് കലാപം എന്ന് അറിയപ്പെടുന്നത്. നമ്മളിവിടെ അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ ഒരു കഥാരൂപത്തിലുള്ള കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ മാസ്റ്റർ മൈൻഡിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനിൽ അഞ്ചുതെങ്ങ് കലാപവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. അഞ്ചുതെങ്ങ് കലാപത്തിൽ പങ്കെടുത്ത ആൾക്കാർ, കോട്ടയുടെ നിർമ്മാണ ചുമതല വഹിച്ച വ്യക്തി, അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കേരള PSC ചോദ്യങ്ങളായി ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അഞ്ചുതെങ്ങ് കലാപത്തിനെക്കുറിച്ചുള്ള കാര്യങ്ങളും കേരള PSC നിരന്തരം ചോദിക്കുന്ന മറ്റു കലാപങ്ങളും മുന്നേറ്റങ്ങളും അതുപോലെ ചരിത്ര സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയുന്നതിന് മാസ്റ്റർ മൈൻഡിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. കൂടാതെ മാസ്റ്റർ മൈൻഡിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ധാരാളം കണ്ടൻറ്റുകൾ ലഭിക്കുന്ന മാസ്റ്റർ മൈൻഡിൻ്റെ സോഷ്യൽ മീഡിയ പേജുകൾ ഫോളോ ചെയ്യുക. മറ്റൊരു സെക്ഷനുമായി കണ്ടുമുട്ടാം. നന്ദി.